Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ iOS 16-ൽ ഇപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ കുറേയധികം വിജറ്റ്സ് ഉണ്ട്, പക്ഷേ വാട്സപ്പ് ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമുക്കിപ്പോൾ ലഭിക്കില്ല. പക്ഷേ ഒരു സിംഗിൾ ആപ്പ് കൊണ്ട്, അതും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഓരോ ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ആക്സസ് ചെയ്യാനും പറ്റിയാലോ. ആ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള പുതിയ ആപ്പിൾ റിലേറ്റഡായ ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഓരോ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വരികയും അത് നിങ്ങൾ മറന്നു പോവാതെ കാണുകയും ചെയ്യും. സോ ദിസ് ആപ്പ് മസ്റ്റ് ബി ഡൗൺലോഡഡ് പാർട്ട് 10. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ലോഞ്ചിഫൈ എന്ന്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു UI ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ആദ്യം ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നിരവധിയായ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്, യൂട്യൂബ് ലിസൺ വാച്ച് സ്ട്രീം എന്നുണ്ട്. നമ്മളത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, ആപ്പ് ഐക്കൺ, ഇൻവിസിബിൾ വിജറ്റ്, പിന്നീട് ആ ഒരു നേരത്തെ കണ്ട ആ ഒരു യൂട്യൂബിൻ്റെ റിസൾട്ടും. ഇപ്പോൾ ആപ്പ് ഐക്കൺ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ക്യാമറ റോളിൽ നിന്ന് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾസ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഐക്കൺസും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരെ അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ അധികം യൂട്യൂബിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ യൂട്യൂബിൻ്റെ ആ ഒരു ഐക്കൺ ടാപ്പ് ചെയ്തു. ഇവിടെ ഇൻവിസിബിൾ വിജറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ മാത്രം നമുക്ക് ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷൻ്റെ ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല. നമ്മൾ നേരെ ബാക്കിലേക്ക് പോവുക. ഇവിടെ സേവ് എന്ന ഓപ്ഷൻ നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻസ് കാണും, അത് നേരെ നമ്മൾ ഓടിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ലോഞ്ചിഫൈ ആപ്പിൽ നമ്മൾ യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ലോക്ക് സ്ക്രീനിലേക്ക് പോവുക. ഇവിടെ ഒരു വിജറ്റ് പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇവിടെ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് നമ്മൾ ലോക്ക് സ്ക്രീൻ എടുക്കുക. ഇവിടെ വിജറ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിൾ ഇൻബിൽഡ് തന്നിരിക്കുന്ന കുറച്ചധികം വിജറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് യൂട്യൂബ് എന്ന ഓപ്ഷൻ ഇല്ല, പക്ഷേ ലോഞ്ചിഫൈ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിജറ്റ് ഉണ്ട്. നമ്മൾ നേരെ ടാപ്പ് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പ് ഓർ ഡ്രാഗ് ദ ആഡ് വിജറ്റ് എന്നുണ്ട്. നമ്മൾ നേരെ ടാപ്പ് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു വിജറ്റ് ആഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ബ്ലാക്ക് ഡോട്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്ലാക്ക് വാൾപേപ്പർ ആയതുകൊണ്ടാണ് ആ ഒരു ആപ്പിൻ്റെ വിജറ്റ് കാണാൻ പറ്റാത്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടെ പോപ്പപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു യൂട്യൂബിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ആപ്പിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഡൺ ചെയ്യുക. ഇപ്പം നമുക്ക് ഈ ഒരു ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലോക്ക് സ്ക്രീനിൽ നിന്ന് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു യൂട്യൂബിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരെ നമ്മുടെ ഫോണിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ ലോക്ക് സ്ക്രീനിൽ നിന്ന് നേരെ ഈ ഒരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആവുകയാണ്. റീഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നേരെ യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആവുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി യൂട്യൂബ് അല്ല, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലോ സിമ്പിളാണ്. ലോഞ്ചിഫൈ എടുക്കുക.
ആഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഐക്കൺ നമ്മൾ ആഡ് ചെയ്യുക. നേരെ നമ്മൾ ഇൻസ്റ്റഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. ഇൻസ്റ്റഗ്രാം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഈ ലോക്ക് സ്ക്രീനിലേക്ക് ഒന്നും കൂടെ പോവുക, ഹോൾഡ് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു വിജറ്റ് ഓപ്ഷൻ എടുക്കുക. നമ്മൾ നേരെ ഈ പറഞ്ഞ ലോഞ്ചിഫൈ എടുക്കുക. നമ്മൾ ഒരു ഐക്കണും കൂടെ ഈ ഒരു വിജറ്റായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഐക്കൺ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ഡൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് പോയതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ലോഞ്ചിഫൈ ആപ്പിൻ്റെ ഏറ്റവും ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ ഒരു ആപ്പും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷനും അതേപോലെ ഭയങ്കര രീതിക്കുള്ള ഹെൽപ്ഫുള്ളും ആവും. പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഓരോ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ റിലീസ് ചെയ്യുന്ന ഓരോ അടിപൊളി കിടുക്കാച്ചി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഡിവൈസിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.